പി ജി എടുക്കണം എന്നൊരു തീരുമാനത്തിൽ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കണ്ടിന്യൂ ചെയ്യണം. പുഷ് ബാട്ടിയിൽ നിന്ന് കിട്ടിയതുകൊണ്ടാണ് അറ്റം വരെയും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. താങ്ക് യു ബാട്ടിയ ഫോർ എവർ. ഹായ്, എൻ്റെ പേര് ഡോക്ടർ മധുമിത. ഞാൻ ഇപ്പം നടന്ന നീറ്റ് MDS 2024 ഓൾ ഇന്ത്യ റാങ്ക് 213 വാങ്ങി. ഞാൻ ആക്ച്വലി ആലപ്പുഴ ഡെൻ്റൽ കോളേജിൽ നിന്നാണ് UG ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനൊരു ജനുവരി 2023 ആദ്യമായിട്ട് DBMCയിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പം ആ ഒരു ടൈം തൊട്ട് ക്ലാസ്സസ് റെഗുലറായിട്ട് കാണുമായിരുന്നു. പരമാവധിയും ലൈവ് ക്ലാസ്സസ് തന്നെ കാണും. സപ്പോസ് അത് കാണാൻ പറ്റിയില്ലെങ്കിലും റെക്കോർഡഡ് ക്ലാസ്സസ് കണ്ട് അങ്ങനെ ഒരു 19 സബ്ജക്ട്സ് ഒരു ഫസ്റ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ ക്വസ്റ്റ്യൻസും ചെയ്തു പോകുമായിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി 1 ഇയർ ഇരിക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫീൽ ചെയ്യും. എപ്പോഴും നമുക്ക് ഭയങ്കര സ്ട്രെസ്സ് ഉണ്ടാവും, ഇത് ഗിവ് അപ്പ് ചെയ്യണം എന്നൊക്കെ തോന്നും. അപ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ എൻ്റെ മെൻറ്റർ ആഷിഖ് സാറായിരുന്നു. അപ്പം സാറുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എപ്പോഴും കോൺടാക്റ്റുകളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു പുഷ് ബാട്ടിയിൽ നിന്ന് കിട്ടിയതുകൊണ്ടാണ് അറ്റം വരെയും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ബേസിക്കലി ഫോക്കസ് ചെയ്തത് ആദ്യം കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. അപ്പം അത് ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻസിലേക്ക് പോയിരുന്നത്. ആൻഡ് പാരലി ആണ് ചെയ്തും പോയിരുന്നത്. പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും റിവിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, നമ്മൾ നവംബറിൽ എയിംസ് എക്സാം വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നീറ്റ് ഇതും വന്നു. അങ്ങനെ ഇവിടെ TNDസും എടുത്തിട്ടുണ്ട് ഞാൻ. PG എടുക്കണം എന്നൊരു തീരുമാനത്തിൽ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കണ്ടിന്യൂ ചെയ്യണം, നമ്മൾ എടുക്കണം. അപ്പം ജേണി കുറച്ച് ടഫായിരിക്കും, പക്ഷേ ഇറ്റ് വിൽ ബി വർത്ത് ഇറ്റ് ഇൻ ദ എൻഡ്. അപ്പം പഠിക്കുക, ഡെയിലി പഠിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക. താങ്ക് യു ബാട്ടിയ ഫോർ എവർ.